ശബരിമല തീർത്ഥാടകർക്ക് വിശ്രമ സൗകര്യമൊരുക്കാൻ തയ്യാറാക്കിയ ജർമ്മൻ പന്തൽ വൻ വിജയം. പമ്പ, സന്നിധാനം, നിലയ്ക്കൽ എന്നിവിടങ്ങളിലാണ് ജർമ്മൻ പന്തൽ ദേവസ്വം ബോർഡ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ചാണ്. ഇപ്പൊ നമുക്ക് സ്വാമിമാർക്കായാലും ഡ്രൈവേഴ്സിനായാലും ഇവിടെ റെസ്റ്റ് ചെയ്യാൻ ഭയങ്കര സൗകര്യമാണ്. പമ്പയിൽ 3000 പേർക്കും നിലയ്ക്കലിൽ 2000 പേർക്കും വിരിവെക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ജർമ്മൻ പന്തൽ നിർമ്മിച്ചിരിക്കുന്നത്. നിലയ്ക്കൽ KSRTC സ്റ്റാൻഡിന്റെ എതിർവശത്താണ് പന്തൽ ഒരുക്കിയിരിക്കുന്നത്. 2018 മഹാപ്രളയത്തിൽ പമ്പ മണപ്പുറത്തെ രാമമൂർത്തി മണ്ഡപം ഒലിച്ചുപോയ സ്ഥാനത്താണ് പന്തലിന്റെ നിർമ്മാണം. വരുന്ന ഭക്തജനങ്ങൾക്ക് അവിടെ ഒന്ന് വിശ്രമിക്കാനും ഒന്ന് റിലാക്സ് ചെയ്തിട്ട് മല ചവിട്ടാനും ഉള്ള ഒരു സന്ദർഭം നമ്മൾ ആരംഭിച്ചു. അപ്പോൾ സ്വമായിട്ട് അങ്ങനെയാണ് ഈ പന്തലിൻ്റെ ഒരു തീരുമാനം നമ്മൾ എത്തുന്നത്. അങ്ങനെയാണ് നമ്മൾ ഒരു പന്തൽ രൂപകൽപ്പന. എന്തായാലും അത് വളരെയേറെ ശ്ലാഘനീയമാണ്. എല്ലാ ഭക്തജനങ്ങളും വളരെ ആനന്ദകരമായി അവിടെ വരികയും അവിടെ റിലാക്സ് ചെയ്യുകയും മല ചവിട്ടുകയും ഒരു വലിയ ചർച്ചയായി തന്നെ ഇതിനകം തന്നെ ജർമ്മൻ പന്തൽ മാറി. ദർശനത്തിനെത്തുന്ന തീർത്ഥാടകരിൽ നല്ലൊരു ഭാഗവും ജർമ്മൻ പന്തൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പന്തൽ നല്ല ഉഷാറാണ്, വിരിവെച്ചൊന്ന് വിശ്രമിക്കാം. പന്തൽ നല്ലൊരു സൗകര്യമാണ്. പ്രളയത്തിന്റെ ശേഷം പോയി കൊല്ലാണ് ഇങ്ങനത്തെ ഒരു സൗകര്യം. സന്നിധാനം തിരുമുറ്റത്ത് മഴയും വെയിലും കൊണ്ട് തീർത്ഥാടകർ ദർശനത്തിനായി കാത്തു നിൽക്കുന്നത് ഒഴിവാക്കാൻ മേൽക്കൂരയും നിർമ്മിച്ചു. നിലയ്ക്കലും പമ്പയിലും ഒരുക്കിയിരിക്കുന്ന ജർമ്മൻ പന്തലിന് പുറമെ സന്നിധാനത്തെ തിരുമുറ്റത്തൊരുക്കിയിരിക്കുന്ന പന്തലും തീർത്ഥാടകർക്ക് വലിയ ആശ്വാസമായി മാറുകയാണ്. സന്നിധാനത്തുനിന്ന് ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്.